Hi friends, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ബജാജിന്റെ ഷോറൂമിലാണ്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈന്റ്. ഹാൻഡിൽ ചെറിയൊരു ടൈറ്റും തിരിക്കുമ്പോൾ ചെറിയൊരു സൗണ്ടും. അപ്പോൾ എന്തായാലും ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കാന്ന് വിചാരിച്ചു. 5500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. അപ്പോൾ ചെറിയൊരു സൗണ്ട് കേട്ടപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പിൽ കയറ്റാമെന്ന് വിചാരിച്ചു. അങ്ങനെ കയറ്റിയതാണ്. പിന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഷോൾഡർ നല്ല പെയിൻ വരുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വർക്ക്ഷോപ്പിൽ കയറ്റിയത്. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വണ്ടിക്കെല്ലാം അങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞത്. അത് സാധാരണയായിട്ട് ഉണ്ടാകുന്നതാണ്. അതായത് പുതിയതായിട്ട് വണ്ടി ഇറങ്ങുമ്പോൾ അതിൻ്റെ ബുഷിലൊന്നും ഗ്രീസ് ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം പറഞ്ഞ് ഗ്രീസ് ഇടിക്കണം. അല്ലെങ്കിൽ അത് ഉരഞ്ഞ് അത് ഇതായിപ്പോവും, ഡാമേജ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ അത് പറയണം. പുതിയതായിട്ട് CNG വണ്ടി എടുക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ഗ്രീസ് ഇട്ടില്ലെങ്കിൽ അത് പിന്നീട് അത് പ്രോബ്ലം ആവും. അപ്പോൾ അത് ഗ്രീസൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് കയറ്റണം. എന്തായാലും നമ്മൾ വന്ന സമയം നല്ലതായിരുന്നു. നല്ല തിരക്കുള്ള ദിവസമായിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് രാവിലെ 10 മണിക്ക് വന്നിട്ട് നമ്മുടെ വണ്ടി 4 മണിയായപ്പോഴാണ് കയറ്റിയത്. വൈകിട്ട് 4 മണിയായപ്പോഴാണ് നമ്മുടെ വണ്ടി പണിയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഒരുപാട് ലേറ്റായിരുന്നു. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, തിരക്കായിരുന്നു. അതുപോലെ തന്നെ അവിടെ മെക്കാനിക്ക് കുറവായിരുന്നു അങ്ങനെ തോന്നുന്നു. 3 പേരെ ഉള്ളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിങ്ങനെ തിരക്കാണ്, ആൾ കുറവാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മുടെ വണ്ടി ക്ലീനായി കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്ത് കിട്ടി. എല്ലായിടത്തും നല്ലപോലെ ഗ്രീസൊക്കെ ഇട്ട് ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഓടിച്ച് നോക്കിയാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ പറ്റുള്ളൂ. കുറച്ച് ഓടിച്ച് നോക്കിയാലേ അത് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഇതെങ്ങനെയാണ്. എന്തായാലും ആൾ ഗ്രീസൊക്കെ ഇട്ട് അഴിച്ച് കൊണ്ട് സെറ്റ് ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഇടുന്ന ഒരു ഇതും മാറിയിട്ടുണ്ട്. നമ്മൾ ബോൾ സെറ്റും മാറിയിട്ടുണ്ട്. അത് റബ്ബറിലായിരിക്കും ആ സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളത് മാറ്റി മെറ്റലിലുള്ളതാണ് ഇടുന്നത്. റബ്ബറിലുള്ളതാകുമ്പോൾ അത് പെട്ടെന്ന് ഉരഞ്ഞു പോകും. അതിൽ നല്ലത് മെറ്റലിൻ്റെത് മാറുന്നതാണ് നല്ലത്. എന്തായാലും വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു. വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഓടിച്ച് നോക്കണം. ഓടിച്ച് നോക്കിയിട്ട് തൽക്കാലം ഓടിച്ച് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങനെയാണെന്ന് നമ്മൾ നല്ലപോലെ ഓടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഓക്കെ, താങ്ക്സ്.